TDPയും ഐക്യ ജനതാദളും BJPയെ പിന്താങ്ങുന്നിടത്തോളം കാലം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടില്ല എന്നാണ് BJP കരുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് രാഷ്ട്രീയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. TDPയെയും ഐക്യ ജനതാദളിനെയും വളരെ വൈകാതെ തന്നെ ഇന്ത്യ ബ്ലോക്കിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള നിർണായകമായ നീക്കം മമതാ ബാനർജി നടത്തുകയാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇതിനോടകം തന്നെ ചന്ദ്രബാബു നായിഡു എന്ന ആന്ധ്ര മുഖ്യമന്ത്രിയെയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെയും കൃത്യമായി ബന്ധപ്പെട്ട് അവരുമായി കൂടിയാലോചന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തകരെയും അവരുടെ നേതാക്കന്മാരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം വേവലാതി ഉണ്ടാകുന്ന സംഭവം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് TDPക്ക് നമുക്കറിയാം 16 MP-മാരുണ്ട്. 12 MP-മാരുള്ള ഐക്യ ജനതാദളിലും BJPയുടെ ഈ ഒരു മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ്. പക്ഷേ ഇവരെ രണ്ടുപേരെയും കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് മോദി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം മമതയുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ TDPയും ഐക്യ ജനതാദളും കൂടുതൽ ക്യാബിനറ്റ് മന്ത്രിമാരെ വേണം എന്ന ശാഠ്യവുമായി രംഗത്ത് വരുന്നു. അതിനുവേണ്ടിയുള്ള നീക്കം നടത്തുകയാണ്. യൂണിയൻ ബജറ്റ് അവതരണത്തിന് തൊട്ട് മുമ്പാകെ തന്നെ ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നാൽ തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിന് കിട്ടുന്ന ആദ്യ പ്രഹരം, അതായത് ഈ മൂന്നാം ഊഴത്തിൽ കിട്ടുന്ന ആദ്യ പ്രഹരമായി അത് മാറും എന്നതിൽ സംശയമില്ല. നമുക്കറിയാം ക്യാബിനറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ തോതിൽ TDPക്ക് കൂടുതൽ വകുപ്പുകൾ, ഐക്യ ജനതാദളിന് കൂടുതൽ വകുപ്പുകൾ, ഇങ്ങനെ സഖ്യകക്ഷികൾക്ക് കൂടുതൽ വകുപ്പുകൾ ലഭിക്കും എന്ന സൂചനയായിരുന്നു വന്നിരുന്നത്. പക്ഷേ പതിവ് പോലെ BJPയുടെ ആധിപത്യമാണ്, സമഗ്രാധിപത്യമാണ് നമ്മളിവിടെ കണ്ടത്. ഇതിൽ അസ്വസ്ഥരായി ഇരിക്കുന്ന TDPയെയും ഐക്യ ജനതാദളിനെയും കൂടുതൽ സ്വാധീനിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഒരുങ്ങുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പോലും മുൻകൈയെടുക്കാത്ത ഈ ഒരു തീരുമാനം തൃണമൂൽ കോൺഗ്രസ് ഭംഗിയായി നടത്താമെന്ന് ഉറപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള നീക്കം മമതാ ബാനർജി നടത്തുകയാണ്. മമത ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്ത്യ മുന്നണി ഭാഗമായി നിൽക്കുമ്പോൾ എല്ലാവരും അതാത് സംസ്ഥാനങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കഴിയും. BJP ആണെങ്കിൽ ഒരിക്കലും അത് കഴിയില്ല. BJPയുടെ ലക്ഷ്യം മറ്റൊന്നാണ്. BJPയുടെ രാഷ്ട്രീയം ഒരിക്കലും ഒരു സംസ്ഥാനത്തിനും ഗുണകരമാകുന്നില്ല. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ആത്യന്തികമായി അത് യൂണിയൻ ബജറ്റിലായിരുന്നാലും റെയിൽവേ ബജറ്റിലായിരുന്നാലും ഗുണകരമാകുന്നുള്ളൂ. ഇത് തങ്ങൾ വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു രീതിയാണ്. BJPയുടെ വർഗീയത മാത്രമല്ല, അവരുടെ ആധിപത്യം, അവർ മാത്രം ഭരിക്കുന്ന ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ നൽകിക്കൊണ്ട് അത് നിലനിർത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തുന്നു. ഇതിനെതിരെയുള്ള നീക്കമാണ് ഇനി നടത്തേണ്ടത് എന്ന് മമതാ ബാനർജി ഇതിനോടകം തന്നെ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും അറിയിച്ചിരിക്കുന്നു.